വെളിച്ചം തന്തവ ഒരുത്തി അവളെ ഇരുട്ടില നിർത്തി ചോറ പയ്യനത കിളപ്പി തനിയാ എങ്കേ പോനാലോ തനിയാ എങ്കേ പോനാലോ ആളിയാ പോലീസ്. അവൻ രാവിലെ തന്നെ ഹെൽമെറ്റിലാണ്ട് വെള്ളം അടിച്ച് കറങ്ങി നടക്കുക. ലൈസൻസ് ഉണ്ടോടാ? അവനെ ജീവിക്കലടാ. സാറേ ഞാനെന്തിനാ സാറേ ജീവിക്കാരണ? ഞാനൊരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ല കേട്ടാ. സാറിൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് ആയിരിക്കും. സാറിന് എന്നെ കണ്ടിട്ട് ഞാൻ കുടിച്ചായിട്ട് തോന്നണ്ട സാറിന്? നിനക്കല്ലേ സംശയം? തീർച്ചയാടാ ഞാൻ. വേടാ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹോസ്പിറ്റലിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ എവിടെയൊക്കെ ആണെങ്കിലും ഞാൻ പറയാം. എനിക്കത് പ്രശ്നമില്ല. നിന്നെ തൂക്കിയെടുത്ത് ഞാൻ. സാറേ തൂക്കിയെടുത്തിട്ട് ഞാനെന്ത് സിമെന്റ് ചാക്കാ? ഞാൻ വന്നോളാം. എനിക്ക് 2 കാലുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വരൂല. വന്നെയാണെങ്കിൽ ഇതേ ഇവനെയും കൂടി കൂട്ടും ഞാൻ. ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുന്ന അമ്മ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയല്ല, ഇവന്റെ അമ്മ. വണ്ടിയിൽ 4-5 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. നീ കയറിക്കോടാ. സാറുമാരൊന്നും പറയാൻ പോണില്ല അല്ലേ സാറേ? എടാ നീ അവിടെ ഇരിക്കും, ഞാനിപ്പോ വരാട്ടോ. ഹലോ. ഹലോ. എവിടെ എത്തി? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. എപ്പോഴാ വരാ? ഒരു ½ ആൻ അവർ. ഓക്കെ. 6 മണി വരെ ഉള്ളൂ കേട്ടോ ഡോക്ടർ, മറക്കണ്ട. ഇല്ല ഞാൻ അതിനു മുമ്പ് എന്തായാലും എത്തും. നീ കയ്യിൽ വെള്ളം എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കേട്ടോ. ഓക്കെ ഞാൻ എത്തിയേക്കാം. ശരി ശരി. വൈശാഖ്, നീ എന്താ ഇവിടെ? ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ വന്നതാ. ഫ്രണ്ട് എവിടെ? എന്നിട്ട് എനിത്തിങ് സീരിയസ്? ഇല്ലില്ല, അവൻ ജസ്റ്റ് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ ഉണ്ടോന്നൊരു സംശയം. നീ എന്താ ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. 7 മാസമായി. നീ ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ? ചെറുതായിട്ട്. ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വരുമോ? അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ തുടങ്ങിയ? കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? കളിയാക്കിയതാണോ? എനിക്കറിയുന്ന വൈശാഖിന് ഇങ്ങനത്തെ ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. നിനക്കറിയാവുന്ന വൈശാഖ് ഇപ്പം ഇല്ല. ഇതിപ്പോൾ വേറെ ഏതോ വൈശാഖാ. ചിലപ്പോൾ എനിക്ക് തന്നെ പിടികിട്ടാത്ത വൈശാഖ്. നല്ല ഫിറ്റാണല്ലോ. നിനക്കിപ്പോൾ അങ്ങനെ പലതും തോന്നും. എന്തായാലേ ചിലതൊക്കെ മറക്കാൻ 2 അടിക്കുന്നത് ബെസ്റ്റാ. നീ ഒരുമാതിരി നിരാശകാമുകനാണെന്ന് നോക്കല്ലേ. നിനക്ക് വെള്ളമടിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ വിഷമം മാറാനും മറക്കാനൊന്നുമല്ല. എൻ്റെ വിഷമത്തിൻ്റെ ആഴവും പരപ്പൊന്നും നീ അളക്കല്ലേ. പിന്നെ വെള്ളമടി അതെൻ്റെ ഇഷ്ടമാണ്. അതെപ്പോൾ തുടങ്ങി എങ്ങനെ തുടങ്ങിയെന്നേ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം. ഒരു കാര്യം നീ അംഗീകരിച്ചു തരില്ല. പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഇപ്പൊ എല്ലാം അംഗീകരിച്ചു തരുന്ന ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ.
മദ്യത്തിൻ്റെ മണം നിനക്ക് അലർജി ആണെങ്കിലേ ഞാൻ മാറിയിരുന്നോളാം. സാരില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നമുക്കാരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ചോദിച്ചാ. അതെ, ഇത് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഷർട്ടല്ലേ? ഇത് നീ തന്നതാണോ? അതെ, മറന്നുപോയതായിരിക്കും അല്ലേ? കൈ കിട്ടി ഒരെണ്ണം എടുത്ത് കിട്ടുന്നുള്ളൂ, അല്ലാതെ ഓ, പിന്നെ ഇതെന്താ ഇപ്പോൾ ഊരി തരണം? അതിൽ ഞൂരേതാ ബട്ടണുള്ള? ഇതിനൊന്നും ഒരു കുറവില്ല. നീ ആരുടെ കോളായി കട്ട് ചെയ്തോണ്ടിരിക്കുന്നേ? അച്ഛനാ. ഞാൻ പുറത്തിറങ്ങി അപ്പം അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇടയ്ക്കൊന്നും ഞാൻ എടുക്കാറില്ല. അച്ഛന് സുഖാണോ? ഉം. അച്ഛൻ എന്നെ കുറിച്ച് ചോദിക്കാറുണ്ടോ? അച്ഛനായിട്ടുള്ള കോളും സംസാരമൊക്കെ എനിക്കിടയ്ക്ക് മിസ് ചെയ്യാറുണ്ട്. ഞങ്ങൾ നല്ല കൂട്ടായിരുന്നില്ലേ? ചോദിക്കാറുണ്ടായിരുന്നു, പിന്നെ ഞാനതങ്ങ് പറഞ്ഞ് നിർത്തിച്ചു. ഇപ്പം ചോദിക്കാറില്ല. ദുഷ്ടൻ. ഏ? എന്ത്? ഒന്നുമില്ല. അല്ല, നീ എന്താ ഇവിടെ ഇരിക്കുന്ന? ഡോക്ടറെ കാണുന്നില്ലേ? ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ വന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓ, ഞാൻ ഒരു കട്ടൻ വാങ്ങിക്കാൻ പോവാ. നിനക്ക് എന്തെങ്കിലും വേണോ? ഒരു കോഫി കിട്ടിയാൽ തിരക്കേടില്ല. പഴയ ഫ്രണ്ട്സൊക്കെ എന്തു പറയുന്നു? നീ അവരെ കാണാറുണ്ടോ? ചിലരെയൊക്കെ കാണാറുണ്ട്, പിന്നെ എല്ലാവർക്കും തിരക്കല്ലേ. പിന്നെ കുറേ പേരുടെ കല്യാണം കഴിഞ്ഞു, അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ പിന്നെ നിനക്കും നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചൂടെ? നീ എന്താ ചിരിക്കുന്നേ? ഓ, നല്ല പെൺകുട്ടികളൊക്കെ ഓൾറെഡി കല്യാണം കഴിച്ചു പോയല്ലോ അല്ലേ? നീ എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? അല്ല, നിനക്കെൻ്റെ മേലെയുള്ള കരുതലാലോചിച്ചിരുന്നു പോയതാ. ഓ, ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിലും എനിക്കെന്താ? അല്ലെങ്കിൽ നിനക്കെന്താ? അങ്ങനെയല്ല, ആസ് എ ഫ്രണ്ട് എനിക്ക് ചോദിക്കാലോ. ഹാ, അതിനിപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആണോ? അല്ലേ? നീ പറ. ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ അത് പിന്നെ. ഹലോ. ആ എടി ഇത് ഞാൻ ദേ ഇറങ്ങി. ആ, ഒരു 15 മിനിറ്റ്. നീ ഒരു കോഫി കുടിച്ചിരിക്കും. കോഫി ഞാൻ കുടിച്ചു. ശരി ശരി ശരി, ഞാനേ വേഗം എത്താം. ശരി. ഭയങ്കര കെയറേട്ടനാണല്ലോ. ആ, അത്യാവശ്യം. എൻ്റെ ഇപ്പോഴത്തെ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വൈശ. ഞാൻ സ്വപ്നം കണ്ട പോലത്തെ ഒരു ലൈഫാണോ കിട്ടിയതെന്ന് ചോദിച്ചാൽ അല്ല. ബട്ട് ദിസ് ഇസ് ഇനഫ് ഫോർ മീ. ഇപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്, അതുപോരെ? പക്ഷെ നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ. ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട് നമ്മളെ പറ്റി. ഓ, അപ്പോൾ നമ്മളൊക്കെ ഓർക്കാറുണ്ട്.
അതെന്താ, നീ ഓർക്കാറില്ലേ? എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാ, ഒന്നും മറക്കാൻ പറ്റുന്നില്ല. കുറേയൊക്കെ ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ല. 2 അടിച്ചാലേ ഇപ്പോൾ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ. നിനക്ക് ദേഷ്യമുണ്ടോ എന്നോട്? ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യമല്ല, വെറുപ്പായിരുന്നു. വീട്ടുകാരുടെ വാക്കും കേട്ട് നീ നമ്മുടെ ബന്ധം വേണ്ടാന്ന് വെച്ചേന്. ഞാൻ പുറകെ നടന്ന് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും നീ എന്നെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തതിന്. ഒരു വട്ടമെങ്കിലും നിനക്കത് കഴിഞ്ഞ് എന്നെ വിളിക്കായിരുന്നു. നിന്റെ കല്യാണ വിവരം പോലും ഞാൻ അറിഞ്ഞത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാ. എൻ്റെ അച്ഛനെ നീ വിളിച്ചു, എന്നിട്ടും എന്നോടൊരു വാക്ക്. അങ്ങനെ ദേഷ്യം തോന്നാൻ കുറേ കാരണങ്ങൾ നീ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ നിന്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. നീ ആഗ്രഹിച്ച പോലെ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടിയല്ലോ, നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയില്ലേ. ദാ ഇപ്പൊ ഒരു കൊച്ചു ആകും തോന്നുന്നു. അപ്പം നിന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്തതിന് സോറി. എനിക്കന്ന് അങ്ങനെയാ ചെയ്യാൻ തോന്നിയേ. അച്ഛനും അമ്മയും എല്ലാവരും പറയുന്നത് എനിക്ക് അക്ഷരം പ്രതി അനുസരിക്കേണ്ടി വന്നു. ആ ദേഷ്യം മനസ്സിലുള്ളതുകൊണ്ടാണോ ഞാൻ ആക്സിഡൻ്റ് ആയപ്പോൾ നീ ഒന്ന് ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കാണുപോലും ചെയ്യാണ്ടിരുന്നത്? ആക്സിഡൻറ്റിന് ശേഷം തിരിച്ച് ലൈഫിലേക്ക് വരുന്ന പോലും ഞാൻ ഓർത്തതല്ല. കുറേ സർജറീസും മെഡിസിൻസും ഉറക്കില്ലാത്ത കുറേ രാത്രികളും. 3 മാസമാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നത്. എനിക്ക് നിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്ന സമയമായിരുന്നു അത്. നിന്നെ കാണാൻ വരും, എന്നെ വിളിക്കും, എന്നോട് സംസാരിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു തവണ പോലും നീ എന്നെ കാണാൻ വന്നില്ല. അതെങ്ങനെയാ? ഇവളിതൊക്കെ അനുഭവിക്കേണ്ട ആളാണെന്ന് തോന്നിക്കാണും അല്ലേ? ഏയ് ഇല്ലില്ല, അങ്ങനെയല്ല. നിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകൊണ്ട് വരാതിരുന്ന, പിന്നെ നീ ഫിസിക്കലിയും മെൻ്റലിയും തളർന്നിരിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ കാണാൻ വന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ മുതലെടുത്ത് ഞാൻ നിന്റെ അടുത്ത് പിന്നെ അടുക്കാൻ വരികയാണെന്ന് നീയും നിന്റെ പേരൻസും വിചാരിക്കുമെന്ന് കരുതിയിട്ട് മാറി നിന്നാ. പക്ഷെ നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം വരെയുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറുണ്ടായിരുന്നു. നിന്നെ ഒന്ന് കാണാൻ ആ ഹോസ്പിറ്റലിൻ്റെ വാതിക്കൽ എത്ര തവണ ഞാൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ടെന്നറിയാമോ? നീ പറഞ്ഞത് ശരിയാ, ഞാൻ കൂടെ വേണമായിരുന്നു. ഇനി അത് എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഞാനൊന്ന് ഓക്കെ വന്നപ്പോഴേക്കും വീട്ടുകാർക്കും റിലേറ്റീവ്സിനും എന്നെ ഒന്ന് എത്രയും പെട്ടെന്ന് കെട്ടിച്ച് വിടാൻ തിടുക്കായിരുന്നു. ആ ടൈമിലും ഞാൻ അമ്മയുടെ അടുത്ത് നമ്മുടെ കാര്യം ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചായിരുന്നു. ഇത്രയൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടും നിന്നെ ഒരു തവണ പോലും ഒന്ന് കാണാൻ പോലും വരാത്ത ഒരാളെ കുറിച്ചാണോ നീ ആലോചിച്ചിരിക്കുന്നതെന്നാ അമ്മ ചോദിച്ചത്. അത് മാത്രമല്ല, നിങ്ങളായിട്ട് നിർത്തിയൊരു ബന്ധമല്ലേ അതിനി വീണ്ടും തുടങ്ങണ്ടെന്നും കൂടെ. എല്ലാം കൂടെ കേട്ടപ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ തെറ്റ് എൻ്റെ ഭാഗത്തുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലെങ്കിലും കാണാനോ സംസാരിക്കാനോ ശ്രമിക്കണമായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് അന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല.
എല്ലാം ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചു. അപ്പോൾ അന്ന് ഞാൻ നിന്നൊന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എൻ്റെ അപ്പോഴത്തെ ഒരു അനു 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 വൈഷു ഡോക്ടറെ വിളിച്ച്. നീ പേടിക്കണ്ട, ഡോക്ടർ. എന്താ എന്ത് പറ്റി? അനുവിന് പെയിൻ തുടങ്ങിയടാ. ആർക്ക്? ആരുടെ കാര്യം നീ പറയണ? എടാ അവൾക്ക് ശ്വാസം കിട്ടുന്നില്ലടാ. നീ എന്ത് ഈ പറയണം? മനസ്സിലാവണൊന്നും. നീ വാ. എടാ നീ എന്നെ വലിച്ചോണ്ട് എങ്ങോട്ടാ കൊണ്ടുപോണ? ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നീ നോക്ക്. എടാ അതിന് അവിടെ ആരും ഉള്ളത്? അവിടെ ആരും ഇരിക്കണ്? ദേ നോക്ക്. നീ എന്താ ആളെ പേടിപ്പിക്കാൻ നോക്കണോ? എടാ ഞങ്ങൾ സത്യമായിട്ട് ഇത്ര നേരം സംസാരിക്കുകയായിരുന്നു. എടാ മയിര് അവള് ചത്തിട്ട് മാസങ്ങളായി. നിനക്കെന്താ എത്ര പറഞ്ഞാലും തലേ കയറില്ലേ? പ്രസവത്തിൽ അവൾക്കൊരു കോംപ്ലിക്കേഷൻ വന്ന് അവള് പോയി. നീ ഒന്ന് മനസ്സിലാക്ക്. ഇതിന്റെ പേരിൽ കഴിഞ്ഞ മാസങ്ങളായിട്ട് നീ കള്ളും കുടിച്ച് ജംഗ്ഷനിൽ കിടന്നുണ്ടാക്കിയ പേക്കൂത്തുകൾ നിനക്ക് ഓർമ്മയുണ്ട? നിനക്ക് എവിടെ ഓർമ്മ വരാൻ? നിന്റെ വീട്ടിൽ നിന്നെ പറ്റി ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു അമ്മയുണ്ട്. നീ അവരെ പറ്റി ഒന്ന് ആലോചിക്കുന്നുണ്ടാ? നിന്റെ ഒറ്റ ബുദ്ധിക്ക് നീ എന്തെങ്കിലും പോയി കടുങ്കയും ചെയ്യുമെന്ന് പേടിച്ച് നിന്റെ കൂടെ എപ്പോഴും വേണമെന്ന് പറഞ്ഞ് എന്നെ വിട്ടേക്കാ. എടാ നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എടാ നമുക്ക് പഴയതൊക്കെ മറക്കാം. നീ നിന്റെ ലീവ് ക്യാൻസൽ ചെയ്ത് ആ ജോലിക്ക് അങ്ങോട്ട് കയറ്. എടാ നീ ഒന്ന് എൻഗേജഡ് ആയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളടാ. എടാ ഞാനൊക്കെയല്ലടാ കൂട്ട് നിനക്ക്. എടാ ഞാൻ അവളോടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലേ. വൈഷു